ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് ഫെയർവെൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ നമ്മുടെ പാറൂസ്. അപ്പോൾ അത് ഫെയർവെൽ ഇന്നാണ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ച മേളിലായിട്ടോ. ഓരോ സാധനങ്ങൾ മേടിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം നമുക്ക് ഒരാളെക്കാളും അടിപൊളിയായിട്ട് മുന്നോട്ട് ഇത് ചെയ്യണമല്ലോ, സെറ്റ് ആവണമല്ലോ, അടിപൊളിയായിട്ട് ഡ്രസ്സും കാര്യങ്ങളും ചെയ്യണം മറ്റുള്ളവരെക്കാളും, അങ്ങനെ ഉദ്ദേശിച്ച സോറിയിട്ട. അപ്പം രാവിലെ എന്നെ കുത്തിപ്പോക്കി, കാരണം 9 മണിക്ക് സ്കൂളിലെത്തണം. 8 മണിക്ക് പോയാലാണ് 9 മണിക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ കുത്തിപ്പോക്കി റെഡിയാക്കിക്കണേ കേട്ടോ ഈ കാണുന്നത്. ഉറക്കപ്പീച്ചറാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്ത് കൊടുക്കണേ കേട്ടോ ശ്രദ്ധിക്കും. എന്നാലും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും, അത് പതിവാണ്. അത്ര കുറ്റം കണ്ടുപിടിച്ചാലും ആൾക്ക് ഞാൻ തന്നെ ചെയ്ത് കൊടുത്താലാണ് തൃപ്തി വരുള്ളൂ. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ, പ്രൈമർ കാര്യങ്ങളെല്ലാം ഇട്ടു, ഫൗണ്ടേഷനൊക്കെ ഇട്ടു. പുള്ളിക്കാരിക്ക് ഒന്നും ഓവറാവാൻ പാടില്ല, ഒക്കെ കുറച്ചേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു അമ്മ കുറച്ചിട്ടാൽ മതി എന്ന് പറയും. ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ മുഖത്ത്. കാരണം എങ്ങാനും സമയം വൈകി പോകുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 10 കോളും വരും, എടി നീ ഇറങ്ങിയോ, എന്തായി നിൻ്റെ മേക്കപ്പും കാര്യങ്ങളും എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ വിളിയും കാര്യങ്ങളൊക്കെ. അത് വേറെ വഴിക്ക് കിടക്കണ്ട കേട്ടോ. എന്നോട് പറയും, അമ്മ വേഗം വേഗം. അതിന് ആൾ എണീറ്റത് എപ്പോഴാണെന്നറിയോ? 7 മണിയായപ്പോഴാണ് ആൾ എണീറ്റത്. ആ ആളാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ എണീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കേൾക്കില്ല. എന്നിട്ട് ഞാനും വൈകി പോയിട്ടോ. ഇന്നലെ രാത്രി പുള്ളിക്കാരിക്ക് ഉറക്കം ഉണ്ടായില്ല. അമ്മ നേരം വെളുത്തോ എന്നും ചോദിച്ച് ഈ എണീക്കലാണ് 10 പ്രാവശ്യം എണീറ്റിട്ടുണ്ടാവും കേട്ടോ. കാരണം ടെൻഷനാണ്, ദൈവമേ. എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ റീൽസിലൊക്കെ കാണുന്ന പോലെ കട്ടിലിങ്ങനെ എടുത്ത് വെച്ചേക്കാം. ഞാൻ പറഞ്ഞു, പാറ തലമാരിൽ വയ്ക്കുക, രാവിലെ എടുത്ത് വയ്ക്കാം. വേണ്ട അമ്മ ചുളുങ്ങിയാലോ എന്നൊക്കെ പറയും. ചുളുങ്ങിയൊന്നുമില്ല, എന്നാലും പുള്ളിക്കാരിക്ക് ടെൻഷനാണ് കേട്ടോ, ഭയങ്കര ടെൻഷനാണ്. പിന്നെ സ്വന്തം കാര്യം വരുമ്പോണ്ടല്ലോ, നമ്മുടെ കാര്യം വല്ല എവിടെയെങ്കിലും പോകണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര പയ്യാണ്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാം സ്പീഡിൽ ചെയ്യണം പുള്ളിക്കാരിക്ക് കേട്ടോ. ഫുഡ് പോലും കഴിക്കാതെയാണ് പുള്ളിക്കാരി ഇന്ന് സ്കൂളിൽ പോയേക്കുന്നത്. അത്രയ്ക്ക് ടെൻഷനുണ്ട് മുഖത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് വേഗം റെഡിയാക്കാനൊക്കെ പറഞ്ഞ് ഞാൻ വേഗം റെഡിയാക്കി ആക്കി കൊടുത്തു. പിന്നെ ഓൾറെഡി പിള്ളേർ കൂടി കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ അവസാനം ഫ്ലോപ്പായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് പോയി എടുത്ത് കൊടുത്ത് പെട്ടെന്ന് തയ്പ്പിച്ച് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്നോട് പറയണം, അമ്മ സമയമായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്തൊരു ടെൻഷനാണെന്നറിയാം പാറുവിൻ്റെ മുഖത്ത് കാണുന്നത്, നല്ല ടെൻഷനുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്ലഷ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കത് സെറ്റാക്കി തരാം, കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാനാണോ പാടെന്ന് പറഞ്ഞ് അതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് മുടി അഴിച്ചിട്ടാൽ മതി എന്നൊക്കെ എന്നോട് പറയാം, എനിക്ക് അഴിച്ചിട്ടാൽ മതി. അപ്പോൾ അതിന് പോണേക്കാൻ മുന്നേ കഴിഞ്ഞ ദിവസം ഷോപ്പിലൊക്കെ വന്ന് ഹെയർ സ്പാ ചെയ്തു, ഫേഷ്യലൊക്കെ ചെയ്തു. എന്താന്നേ, നമ്മളും പഠിച്ചിറങ്ങിയതാണ്, ഇതൊന്നും നമ്മളും ചെയ്തിട്ടൊന്നുമില്ല. അത് ഞാൻ എപ്പോഴും പറയും, അമ്മയുടെ കാലം വേറെ എൻ്റെ കാലം വേറെ എന്നൊക്കെ ആയിട്ട് എന്നോട് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പറ്റിയില്ല, അവർക്കെങ്കിലും നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഞാനൊക്കെ എൻ്റെ അമ്മയോട് എൻ്റെ 10ാം ക്ലാസ്സിനൊക്കെ സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ആയിട്ട് അമ്മ മേടിച്ച് തന്നെ. അന്നൊക്കെ നമുക്ക് മറ്റേ ഷോർട്ട് സ്റ്റോപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇടാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എനിക്കതൊന്നും മേടിച്ചു തന്നില്ല. അയ്യേ നാണാവും, പകുതി വരെ ഇറക്കമുള്ളൂ എന്നൊക്കെ പറയും. ഒരു പ്രായം കഴിഞ്ഞാൽ പട്ടുപാടയും ബ്ലൗസ് എടുപ്പിക്കുകയോ പാവാട ഇടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 8 വയസ്സൊക്കെ മുതൽ 8ാം ക്ലാസ്സൊക്കെ മുതൽ ഞാൻ ചുരിദാർ തന്നെ ഇട്ട് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് പാവാടയും ബ്ലൗസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, പ്രായമായില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറുവിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇതാണ് ഞങ്ങൾ ഓടിപ്പോയി തയ്പ്പിച്ച അനാർക്കലി കേട്ടോ. അടിപൊളിയാണ്, പെരുമ്പാവൂർ തന്നെയാണ് തയ്പ്പിച്ചത് കേട്ടോ. പാറുവിൻ്റെ ഐഡിയാസാണ് എല്ലാം. ഇതിനകത്തെല്ലാം പുതിയതാണ്. കമ്മൽ, ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ എല്ലാ സാധനവും പുതിയതാണ് കേട്ടോ. പിന്നെ മാല മാത്രം അവക്കടെ പാത്രം പഴയത്, ബാക്കിയെല്ലാം പുതിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറുവിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഹെയർ ഓൾറെഡി ഭയങ്കര സ്മൂത്തി ഹെയർ ആട്ടോ. അതുകൊണ്ടാണ് സ്ലൈഡൊക്കെ ഇത്രയും കുത്തി, എന്നാലേ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കില്ല അവക്കടെ ഹെയറിൽ സ്ലൈഡ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും പാറുവിൻ്റെ മേക്കപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ.